നമസ്കാരം. ഏവർക്കും PSC സ്കോറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചത്തെ കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, വളരെ പ്രധാനം എന്ന് തോന്നുന്ന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നന്നായി പഠിക്കുക. വിജയാശംസകൾ. ആദ്യ ചോദ്യം: ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ഗബ്രിയേൽ അത്താൽ ആണ്. ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രിയാണ് ഗബ്രിയേൽ അത്താൽ. ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ഗബ്രിയേൽ അത്താൽ. ഫ്രാൻസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് ഗബ്രിയേൽ അത്താൽ. എലിസബത്ത് ബോൺ രാജിവെച്ച ഒഴിവിലാണ് നിയമനം. ഫ്രാൻസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് ഗബ്രിയേൽ അത്താൽ. രണ്ടാമത്തെ ചോദ്യം: കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ച യൂണിവേഴ്സിറ്റി. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ച യൂണിവേഴ്സിറ്റിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. ജെയിൻ യൂണിവേഴ്സിറ്റി. രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ച യൂണിവേഴ്സിറ്റി ജെയിൻ യൂണിവേഴ്സിറ്റി. രാജ്യത്തെ ഏറ്റവും നീളമുള്ള കടൽപ്പാലം അത് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ്. രാജ്യത്തെ ഏറ്റവും നീളമുള്ള കടൽപ്പാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. അടൽ ബിഹാരി വാജ്പേയി സ്മൃതി നാവസേവ അടൽ സേതു എന്നും പേരുണ്ട്. അടൽ ബിഹാരി വാജ്പേയി സ്മൃതി നാവസേവ അടൽ സേതു എന്ന് പേരുണ്ട്. പാലത്തിൻ്റെ നീളം 21.8 കിലോമീറ്റർ. പാലത്തിൻ്റെ നീളം 21.8 കിലോമീറ്റർ. ആകെ നീളത്തിൻ്റെ 16.5 കിലോമീറ്റർ ദൂരം കടലിന് മുകളിലൂടെയാണ്. 16.5 കിലോമീറ്റർ ദൂരം കടലിന് മുകളിലൂടെയാണ്. 16.5 കിലോമീറ്റർ ദൂരം കടലിന് മുകളിലൂടെയാണ്. അത് അടൽ സേതു ആണ്. രാജ്യത്തെ ഏറ്റവും നീളമുള്ള കടൽപ്പാലമാണ് അടൽ സേതു. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലാൻ 24ന്റെ വേദി വിശാഖപട്ടണം. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമാണ് മിലാൻ 24. ഈ മിലാൻ 24ന്റെ വേദി ഏത്? മിലാൻ 24ന്റെ വേദി വിശാഖപട്ടണമാണ്. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലാൻ 24ന്റെ വേദി വിശാഖപട്ടണം. 2023 ഫിഫയുടെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? വളരെ പ്രധാനപ്പെട്ട ചോദ്യം, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം. 2023 ഫിഫയുടെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സി. 2023 ഫിഫയുടെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയാണ്. 2019, 2022 വർഷങ്ങളിലും പുരസ്കാരം നേടിയ മെസ്സിയാണ് ഏറ്റവും അധികം ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടുന്ന താരം. ഏറ്റവും അധികം തവണ ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടുന്ന താരം മെസ്സിയാണ്. സ്പാനിഷ് താരം ഐറ്റിന ബോൺ മാറ്റിക്കിനാണ് മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. സ്പാനിഷ് താരം ഐറ്റിന ബോൺ മാറ്റിക്. സ്പാനിഷ് താരം ഐറ്റിന ബോൺ മാറ്റിക്കിനാണ് മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. 2023 ഫിഫയുടെ താരം ലയണൽ മെസ്സി. അടുത്ത ചോദ്യം: ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യം. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യം ദക്ഷിണാഫ്രിക്ക. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യം. അങ്ങനെ കേസ് നൽകിയ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്ക 3 തലസ്ഥാനങ്ങളുള്ള രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ തലസ്ഥാനങ്ങളുള്ള രാജ്യം ചോദിച്ചാൽ ഉത്തരം ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയ്ക്ക് 3 തലസ്ഥാനങ്ങളാണ് ഉള്ളത്. അത് 1 കേപ്പ് ടൗൺ, 2 പ്രിട്ടോറിയ, 3 ബ്ലൂ ഫോണ്ടെയിൻ. ദക്ഷിണാഫ്രിക്കയ്ക്ക് 3 തലസ്ഥാനങ്ങളുണ്ട്. 1 കേപ്പ് ടൗൺ, 2 പ്രിട്ടോറിയ, 3 ബ്ലൂ ഫോണ്ടെയിൻ. ബ്ലൂ ഫോണ്ടെയിൻ. മഴവിൽ ദേശം എന്ന് വിശേഷണമുള്ള രാജ്യം ദക്ഷിണാഫ്രിക്ക. മഴവിൽ ദേശം എന്ന് വിശേഷണമുള്ള രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ് ആണ്. നീതിന്യായ കോടതിയുടെ ആസ്ഥാനമാണ് ഹേഗ്. അടുത്തത്: സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ പരമോന്നത പുരസ്കാരം. സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ പരമോന്നത പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം. സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ പരമോന്നത പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം. 2022 പുരസ്കാര ജേതാവ് ചിത്രകാരൻ സുരേന്ദ്രൻ നായർ. 2022 രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് സുരേന്ദ്രൻ നായർക്കാണ്. രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് സുരേന്ദ്രൻ നായർ. 2022 രാജാ രവിവർമ്മ പുരസ്കാര ജേതാവ് സുരേന്ദ്രൻ നായർ. അടുത്തത്: ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത് ജനുവരി 16. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി 16. ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം. നെക്സ്റ്റ്: ബ്രിക്സിൽ പുതിയതായി സ്ഥിരാംഗത്വം നേടിയ രാജ്യങ്ങൾ ഏതെല്ലാം? വളരെ വളരെ പ്രധാനപ്പെട്ടത്, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടത്. ബ്രിക്സിൽ പുതിയതായി സ്ഥിരാംഗത്വം നേടിയ രാജ്യങ്ങളാണ് ഈജിപ്റ്റ്, ഇറാൻ, എത്യോപ്യ, സൗദി അറേബ്യ, UAE. 5 രാജ്യങ്ങളാണ്. ഈ ഒരു താളത്തിൽ പഠിച്ചു വെച്ചോളൂ: ഈജിപ്റ്റ്, ഇറാൻ, എത്യോപ്യ, സൗദി അറേബ്യ, UAE. ബ്രിക്സിൽ പുതിയതായി സ്ഥിരാംഗത്വം നേടിയ രാജ്യങ്ങളാണ് ഈജിപ്റ്റ്, ഇറാൻ, എത്യോപ്യ, സൗദി അറേബ്യ, UAE. ഈജിപ്റ്റ്, ഇറാൻ, എത്യോപ്യ, സൗദി അറേബ്യ, UAE. ഈജിപ്റ്റ്, ഇറാൻ, എത്യോപ്യ, സൗദി അറേബ്യ, UAE.
ഈജിപ്റ്റ്, ഇറാൻ, എത്യോപ്യ, സൗദി അറേബ്യ, UAE ഈ 5 രാജ്യങ്ങൾ ബ്രിക്സിൽ പുതിയതായി അംഗത്വം നേടിയ രാജ്യങ്ങളാണ്. ഇതോടെ ബ്രിക്സിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിട്ടുണ്ട്? ബ്രിക്സിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ ഉത്തരം 10 ആണ്. നിലവിൽ ബ്രിക്സിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 10 ആണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവയാണ് നിലവിലെ സ്ഥിര അംഗങ്ങൾ. അധ്യക്ഷ പദവി നിലവിൽ റഷ്യയ്ക്കാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക, അതാണല്ലോ ബ്രിക്സ്, BRICS. ഇവയാണ് നിലവിലെ സ്ഥിരാംഗങ്ങൾ. നിലവിൽ അധ്യക്ഷ പദവിയുള്ള രാജ്യം റഷ്യ. അപ്പോൾ വീണ്ടും പറയുന്നു, പുതുതായി വന്ന രാജ്യങ്ങൾ ഈജിപ്റ്റ്, ഇറാൻ, എത്യോപ്യ, സൗദി അറേബ്യ, UAE. അടുത്ത ചോദ്യം. നാവിക സേനയുടെ ഉപമേധാവിയായി നിയമിതനായത് വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായത് വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി നാവികസേനയുടെ ഉപമേധാവിയാണ് ദിനേശ് കെ ത്രിപാഠി. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനാണ് സുപ്രീം കോടതി ജഡ്ജി BR ഗവായി. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാൻ BR ഗവായി. BR ഗവായിയാണ് ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാൻ. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാൻ BR ഗവായിയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനത്തിൻ്റെ പേരാണ് സമർ. സമർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനത്തിൻ്റെ പേര് സമർ എന്നാണ്. വ്യോമ കവച മിസൈൽ സംവിധാനത്തിൻ്റെ പേരാണ് സമർ. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് കൃത്രിം. കൃത്രിം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം, അതിൻ്റെ പേരാണ് കൃത്രിം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യമേ, സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ISROയുടെ ആദിത്യ ദൗത്യത്തിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ. ഉത്തരം നിഗർ ഷാജി, സ്വദേശം തമിഴ്നാട്. സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ISROയുടെ ദൗത്യത്തിൻ്റെ പേരാണല്ലോ ആദിത്യ. സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ISROയുടെ ദൗത്യമായ ആദിത്യയുടെ പ്രോജക്റ്റ് ഡയറക്ടറാണ് നിഗർ ഷാജി. നിഗർ ഷാജി, സ്വദേശം തമിഴ്നാട്. നിഗർ ഷാജി. ആദിത്യയെപ്പറ്റി പഠിക്കാനായിട്ടുള്ള ദൗത്യത്തിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജിയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. INS ഇംഫാൽ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. അറബിക്കടലിൽ ചരക്ക് കപ്പൽ റാഞ്ചാനുള്ള നീക്കം തടഞ്ഞ ഇന്ത്യയുടെ കമാൻഡോ വിഭാഗമാണ് മാർക്കോസ്. നാവികസേനയുടെ കമാൻഡോ വിഭാഗമാണ് മാർക്കോസ് എന്ന് പറയുന്നത്. 1987 സ്ഥാപിച്ചത്. 1987 സ്ഥാപിച്ച കമാൻഡോ വിഭാഗത്തിൻ്റെ പേരാണ് മാർക്കോസ്. അടുത്ത കാലത്തായി സംഭവിച്ച വാർത്ത എന്ന് പറയുന്നത് എന്താ? അറബിക്കടലിൽ ചരക്ക് കപ്പൽ റാഞ്ചാനുള്ള നീക്കം ഈ മാർക്കോസ് തടഞ്ഞു. അപ്പോൾ അറബിക്കടലിൽ ചരക്ക് കപ്പൽ റാഞ്ചാനുള്ള നീക്കം തടഞ്ഞ ഇന്ത്യയുടെ കമാൻഡോ വിഭാഗത്തിൻ്റെ പേരാണ്, ഇന്ത്യയുടെ കമാൻഡോ വിഭാഗമാണ് മാർക്കോസ് എന്ന് പറയുന്നത്. മാർക്കോസ്. 17ാമത്തെ ചോദ്യം. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരമാണ് ഉത്തരം. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ വേദിയാണ് തിരുവനന്തപുരം. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. അടുത്തിടെ അന്തരിച്ച കഥകളി കലാകാരി കൊട്ടാരക്കര ഭദ്ര. അടുത്തിടെ അന്തരിച്ച കഥകളി കലാകാരിയാണ് കൊട്ടാരക്കര ഭദ്ര. കൊട്ടാരക്കര ഭദ്ര ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നായിരിക്കും ചോദിക്കുന്നത്. കൊട്ടാരക്കര ഭദ്ര കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2021 സ്വാതി സംഗീത പുരസ്കാര ജേതാവാണ് PR കുമാര കേരളവർമ്മ. നൽകുന്നത് സാംസ്കാരിക വകുപ്പാണ്. 2021 സ്വാതി സംഗീത പുരസ്കാര ജേതാവ് PR കുമാര കേരളവർമ്മയാണ്. ഈ പുരസ്കാരം നൽകുന്നത് സാംസ്കാരിക വകുപ്പാണ്. PR കുമാര കേരളവർമ്മയാണ് 2021 സ്വാതി സംഗീത പുരസ്കാര ജേതാവ്. ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണൻ. ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണനാണ് ഓടക്കുഴൽ പുരസ്കാര ജേതാവ്. അദ്ദേഹത്തിൻ്റെ കാവ്യസമാഹാരമാണ് കവിത മാംസഭോജിയാണ് എന്നുള്ളത്. ഓടക്കുഴൽ പുരസ്കാര ജേതാവായ PN ഗോപികൃഷ്ണൻ്റെ കാവ്യസമാഹാരമാണ് കവിത മാംസഭോജിയാണ്. ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവാണ് സാറാ ജോസഫിൻ്റെ കൃതിയാണ് കറ. സമ്മാനത്തുക 1,00,000 രൂപയാണ്. ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് സാറാ ജോസഫാണ്. സാറാ ജോസഫിൻ്റെ കൃതിയാണ് കറ. സാറാ ജോസഫിൻ്റെ കൃതിയാണ് കറ. തായ്വാൻ്റെ പ്രസിഡന്റ് വില്യം ലായ് ആണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പീപ്പിൾസ് പാർട്ടി. തായ്വാൻ്റെ പ്രസിഡന്റാണ് വില്യം ലായ്. തായ്വാൻ്റെ പ്രസിഡന്റാണ് വില്യം ലായ്. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് പ്രഭ അത്രേ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ പേരും അവരുടെ ആത്മകഥയുടെ പേരും ഒക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട്. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ പ്രഭ അത്രയുടെ ആത്മകഥയാണ് സംഗീതത്തിന്റെ പാതയിൽ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് പ്രഭ
പ്രഭ അത്രയുടെ ആത്മകഥയാണ് സംഗീതത്തിൻ്റെ പാതയിൽ. പ്രഭ അത്രയ്ക്ക് 2022 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചു. പ്രഭ അത്രയ്ക്ക് 2022 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ പ്രഭ അത്രേ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ്. പ്രഭ അത്രേ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ്. പ്രഭ അത്രയുടെ ആത്മകഥയാണ് സംഗീതത്തിൻ്റെ പാതയിൽ. സംസ്ഥാനത്ത് കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കിയും കാർഷിക മേഖല ഉടച്ചു വാർക്കാൻ ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതിയാണ് കേര പദ്ധതി. സംസ്ഥാനത്ത് കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കിയും കാർഷിക മേഖല ഉടച്ചു വാർക്കാൻ ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതിയുടെ പേര് കേര പദ്ധതി എന്നാണ്. ലോക ബാങ്കിന്റെ സഹായത്തോടെയാണ് കേര പദ്ധതി പ്രവർത്തിക്കുന്നത്. കേര പദ്ധതി പ്രവർത്തിക്കുന്നത് ലോക ബാങ്കിന്റെ സഹായത്തോടെയാണ്. കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കിയും കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നിലവിൽ വരുന്നത്. പദ്ധതിയുടെ പേര് കേര എന്നാണ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാം സമ്മേളന വേദി ദാവോസ് ആണ്, സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. സാധാരണ സ്ഥിരമായിട്ട് അവിടെ തന്നെയാണ് ഈ സാമ്പത്തിക ഫോറത്തിന്റെ ഉച്ചകോടിയിൽ നടക്കുന്നത്. എല്ലാ തവണയും അല്ല, ഒരു പരിധി വരെയൊക്കെ. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാം സമ്മേളന വേദി ദാവോസ്, സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. 26. അടുത്ത ചോദ്യം, 26ാമത്തെ ചോദ്യം. അടുത്തിടെ അന്തരിച്ച മലയാള സംഗീത സംവിധായകൻ KJ ജോയ്. അടുത്തിടെ അന്തരിച്ച മലയാള സംഗീത സംവിധായകനാണ് KJ ജോയ്. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി, അതായത് ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള 4 വയസ്സുകാരി സാറയാണ് ഉത്തരം. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി സാറയാണ്. സാറയ്ക്ക് 4 വയസ്സാണുള്ളത്. സാറയുടെ സ്വദേശം ചെക്ക് റിപ്പബ്ലിക്കാണ്. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള 4 വയസ്സുകാരിയായ സാറയാണ് എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് സാറ. ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ സ്ഥാനം ലഭിച്ച സംസ്ഥാനം കേരളമാണ്. ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ സ്ഥാനം ലഭിച്ച സംസ്ഥാനം കേരളം. ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ സ്ഥാനം ലഭിച്ച സംസ്ഥാനം കേരളമാണ്. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരിയാണ് KB ശ്രീദേവി. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരി KB ശ്രീദേവിയാണ്. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരി KB ശ്രീദേവി. 30ാമത്തെ ചോദ്യം. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ക്ലാസിക്കൽ ചെസ്സിൽ ലോക ചാമ്പ്യനെ അട്ടിമറിക്കുന്ന ഇന്ത്യൻ താരമാണ് പ്രജ്ഞാനന്ദ. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ക്ലാസിക്കൽ ചെസ്സിൽ ലോക ചാമ്പ്യനെ അട്ടിമറിക്കുന്ന ഇന്ത്യൻ താരമാണ് പ്രജ്ഞാനന്ദ. അതായത് ലോക ചെസ് ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറനെയാണ് പ്രജ്ഞാനന്ദ തോൽപ്പിച്ചത്. ലോക ചെസ് ചാമ്പ്യനായിട്ടുള്ള ചൈനയുടെ ഡിങ് ലിറനെ പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തി. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയലിൻ്റെ ഓർമ്മയ്ക്കായി ഓപ്പൺ എയർ ഓഡിറ്റോറിയം നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം നെയ്യാറ്റിൻകര. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയലിൻ്റെ ഓർമ്മയ്ക്കായി ഓപ്പൺ എയർ ഓഡിറ്റോറിയം നിലവിൽ വരുന്നത് നെയ്യാറ്റിൻകരയിലാണ്. ഭൗമസൂചിക പദവി ലഭിച്ച ഭൂൽക്കാരി എന്ന വില കൂടിയ എംബ്രോയിഡറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കലാരീതി നിലനിൽക്കുന്ന സംസ്ഥാനം പഞ്ചാബ്. അപ്പോൾ പഞ്ചാബിലുള്ള ഏത് ഉൽപ്പന്നത്തിനാണ് അല്ലെങ്കിൽ ഏത് കലാരീതിക്കാണ് ഭൗമസൂചിക പദവി ലഭിച്ചതെന്ന് പറഞ്ഞാൽ ഭൂൽക്കാരി എന്നാണ് ഉത്തരം. ഭൗമസൂചിക പദവി ലഭിച്ച ഭൂൽക്കാരി എന്ന വില കൂടിയ എംബ്രോയിഡറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കലാരീതി നിലനിൽക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. അപ്പോൾ ഈ ഭൂൽക്കാരിക്ക് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഭൂൽക്കാരിക്ക് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. 2020-ൽ 5 സെഞ്ചുറികളോടെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരം രോഹിത് ശർമ്മ. 2020-ൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയത് ആര്? ഉത്തരം രോഹിത് ശർമ്മ. 2020-ൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയത് രോഹിത് ശർമ്മയാണ്. സ്പാനിഷ് സൂപ്പർ കപ്പ് വിജയിയാണ് റയൽ മാഡ്രിഡ്. സ്പാനിഷ് സൂപ്പർ കപ്പ് വിജയി റയൽ മാഡ്രിഡ് ആണ് സ്പാനിഷ് സൂപ്പർ കപ്പ് വിജയി. 35ാമത്തെ ചോദ്യം. ഭാവി സാധ്യതാ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 35. 35ാമത്തെ ചോദ്യം ഉത്തരം കണ്ടോ? 35. ഭാവി സാധ്യതാ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 35 ആണ്. എന്താ ഭാവി സാധ്യതാ പട്ടിക? 1ാം സ്ഥാനത്ത് ബ്രിട്ടനാണ്. ഈ ഭാവി സാധ്യതാ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ബ്രിട്ടനാണ്. ഇന്ത്യയുടെ സ്ഥാനം 35 ആണ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഇടയുള്ള രാജ്യങ്ങളുടെ പട്ടികയാണത്. ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താനിടയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 35 ആണ്. ഭാവി സാധ്യതാ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 35 ആണ്. ഇന്ത്യയിൽ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ നിലവിൽ വരുന്ന വർഷം 2026. 2026 കൂടി ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ വരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ബുള്ളറ്റ് ട്രെയിൻ വരാൻ പോകുന്നത് 2026-ലാണ്. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഫറോക്ക് പാലം, കോഴിക്കോട്. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഫറോക്ക് പാലമാണ്. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഫറോക്ക് പാലം കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഫറോക്ക് പാലം. 2024-ലെ ധാക്ക ചലച്ചിത്രമേളയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് പൂവ്. 2024-ലെ ധാക്ക ചലച്ചിത്രമേള. ധാക്ക ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമാണ് ധാക്ക. ബംഗ്ലാദേശിൻ്റെ നാണയമാണ് ടാക്ക. ബംഗ്ലാദേശിൻ്റെ കായിക വിനോദമാണ് കബഡി. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഫലമാണ് ചക്ക. കേട്ടോ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതൊന്നുമില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ധാക്ക ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം പൂവെന്നാണ്.
അതിനോടൊപ്പം പറഞ്ഞതാണ് ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം ധാക്ക, അവിടുത്തെ നാണയം ടാക്ക, അവിടുത്തെ ദേശീയ കായിക വിനോദം കബഡി, ദേശീയ ഫലം ചക്ക. ബംഗ്ലാദേശിന് ചക്ക, നമുക്ക് ഇന്ത്യക്ക് മാങ്ങ. ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങയാണ്, ബംഗ്ലാദേശിന് ചക്കയാണ്, പാകിസ്ഥാനും മാങ്ങയാണ്, മാമ്പഴം. ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറിയാണ് യോഷിമി യമാഷിത. ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറിയാണ് യോഷിമി യമാഷിത. പഠിച്ചല്ലോ. കുണ്ടറ വിളംബരത്തിൻ്റെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ഉത്തരം 215. കുണ്ടറ വിളംബരത്തിൻ്റെ 215ാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്. ഇന്ദ്രൻസിൻ്റെ ആത്മകഥ ഇന്ദ്രധനുസ്. ഇന്ദ്രൻസിൻ്റെ നടൻ, മലയാള ചലച്ചിത്ര താരം ഇന്ദ്രൻസിൻ്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്. 2024 ജനുവരിയിൽ ആപ്പിളിനെ മറികടന്ന് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് മൈക്രോസോഫ്റ്റ് ആണ്. 2024 ജനുവരിയിൽ ആപ്പിളിനെ മറികടന്ന് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് മൈക്രോസോഫ്റ്റ്. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള 2024, അതിൻ്റെ വേദിയാണ് ബയോ ലൈഫ് സയൻസ് പാർക്ക് തോന്നയ്ക്കൽ. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് കേട്ടോ, ഉത്തരവും പ്രധാനപ്പെട്ടതാണ്. 2024 ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയുടെ വേദി തോന്നയ്ക്കലുള്ള ബയോ ലൈഫ് സയൻസ് പാർക്ക്. 2024 ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയുടെ വേദി ബയോ ലൈഫ് സയൻസ് പാർക്ക് തോന്നയ്ക്കൽ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. അടുത്ത് ജർസുഗുഡ താര വൈദ്യുത നിലയം നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ. ജർസുഗുഡ താപ വൈദ്യുത നിലയം നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ. ജർസുഗുഡ താപ വൈദ്യുത നിലയം നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷയാണ്. നെക്സ്റ്റ്, ദുരന്ത മുഖങ്ങളിൽ അകപ്പെടുന്ന ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടവർക്ക് രക്ഷാപ്രവർത്തകരുമായി ആശയവിനിമയം സുഗമമാക്കുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന ആംഗ്യഭാഷാ പരിശീലന പദ്ധതിയുടെ പേരാണ് പ്രാപ്യം. ചോദ്യം മനസ്സിലാക്കണേ. ദുരന്ത മുഖങ്ങളിൽ അകപ്പെടുന്ന ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടവർക്ക് രക്ഷാപ്രവർത്തകരുമായി ആശയവിനിമയം സുഗമമാക്കുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന ആംഗ്യഭാഷാ പരിശീലന പദ്ധതിയുടെ പേരാണ് പ്രാപ്യം. അടുത്ത ചോദ്യം, 2024 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. 2024 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. അടുത്തൊരു പുസ്തകമാണ് അദൃശ്യ നദി എന്ന പുസ്തകം എഴുതിയത് ടി പത്മനാഭൻ. അദൃശ്യ നദി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ടി പത്മനാഭനാണ്. നൈഫ് എന്ന പുസ്തകം എഴുതിയത് സൽമാൻ റുഷ്ദിയാണ്. സാറാ ജോസഫിന്റെ ഏറ്റവും പുതിയ നോവലാണ് കറ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഫെഡറൽ ബാങ്കിന്റെ പുരസ്കാരമൊക്കെ നേടിയ കൃതിയാണ് കറ എന്ന്. ഇപ്പോൾ 3 പുസ്തകങ്ങളാണ് പറഞ്ഞത്. അദൃശ്യ നദി ടി പത്മനാഭൻ, നൈഫ് സൽമാൻ റുഷ്ദി, സാറാ ജോസഫിന്റെ പുസ്തകമാണ് കറ. കുമാരനാശാന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. KP കുമാരനാണ് സംവിധാനം ചെയ്തത്. കുമാരനാശാന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. 3 പുസ്തകം, 1 സിനിമ. അതേതൊക്കെയാ? അദൃശ്യ നദി, നൈഫ്, കറ. സിനിമയുടെ പേര് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, സംവിധാനം KP കുമാരൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ വീഡിയോയിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ. 2024 ജനുവരിയിൽ ബെലാൽ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം മൗറീഷ്യസ്. 2024 ജനുവരിയിൽ ബെലാൽ ചുഴലിക്കാറ്റ് വീശിയ രാജ്യമാണ് മൗറീഷ്യസ്. 2024 ജനുവരിയിൽ ബെലാൽ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം മൗറീഷ്യസ്. കറണ്ട് അഫയേഴ്സാണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കേൾക്കാം. താങ്ക് യു.